പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട പുതിയ ദിവസത്തിനായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. ഈ പ്രഭാതം കാണാനുള്ള ഭാഗ്യം കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും തന്നല്ലോ. കഴിഞ്ഞ രാത്രി കണ്ട പലരും ഈ പ്രഭാതം കാണാൻ സാധിച്ചില്ല. അനേകർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു, അനേകർ രോഗികളായി തീർന്നു, അനേകർ ഭാരത്തിലും പ്രയാസത്തിലും ചില പ്രതികൂലങ്ങളിലും അകപ്പെട്ടു. എന്നാൽ കർത്താവിൻ്റെ വലിയ സംരക്ഷണയ്ക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. കർത്താവ് തൻ്റെ ഉള്ളംകരത്തിൽ എന്നെയും നിങ്ങളെയും വരച്ചിരിക്കുന്നു. കർത്താവിൻ്റെ കരുതലിൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ 91-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അങ്ങനെ കർത്താവിൻ്റെ ചിറകടിയിൽ കർത്താവിൻ്റെ തൂവലിൻ്റെ അകത്ത് നമ്മളെ ഓരോരുത്തരെയും മറച്ച് വലിയ ദൈവികമായ സംരക്ഷണം നമുക്ക് കർത്താവ് തന്നു ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനേകർ പ്രശ്നത്തിലും പ്രതികൂലങ്ങളിലും ഒക്കെ കടന്നു പോകുന്ന സമയത്തും പ്രൈസ് കർത്താവ് അത്ഭുതകരമായി ഒരു വിസ്മയം പോലെ ഓരോ ദിവസവും നമ്മളെ ഓരോരുത്തരെയും നടത്തുന്നല്ലോ. നമുക്ക് നന്ദി എന്നൊരു വാക്കല്ലാതെ മറ്റെന്താണ് പറയാനുള്ളത്? ഒന്നും അവകാശപ്പെടാനില്ല. നമ്മുടെ മിടുക്കോ നമ്മുടെ കഴിവോ നമ്മളെന്തെങ്കിലും ചെയ്തെന്നോ നമ്മൾ പലപ്പോഴും ഈ ചിലരൊക്കെ പറയും, ഞാൻ ഉൾപ്പെടെ ഉള്ളവരെ കുറിച്ചാണ് പറയുന്നത്. ചിലരൊക്കെ പറയുന്നത് ഞാൻ ഇത്ര വർഷമായി, ഞാൻ കഴിഞ്ഞ 10-28 വർഷമായി, ഇങ്ങനെയൊക്കെയുള്ള കണക്കുകൾ പറയുന്ന സ്വഭാവം നമുക്കുണ്ടല്ലേ. പ്രൈസ് ലോർഡ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മറന്നു പോകരുത്. എത്രയോ നമ്മൾ ലോകത്തിൻ്റെ വഴികളിൽ നടന്നപ്പോഴും ദൈവത്തിൽ നിന്ന് അകന്ന് നടന്നപ്പോഴും പാപികളായിരുന്നപ്പോൾ തന്നെ എന്നെ സ്നേഹിച്ച് എനിക്ക് സംരക്ഷണം ചെയ്ത് എന്നെ മറച്ചു പിടിച്ച് എന്നെ ചേർത്ത് നിർത്തിയ നല്ലൊരു കർത്താവുണ്ട്. ആ കർത്താവിന് എല്ലാ മഹത്വവും. നമ്മൾ ചിലപ്പോൾ കർത്താവിന് വേണ്ടിയും സുവിശേഷത്തിന് വേണ്ടിയും എന്തെങ്കിലും ചെയ്തു എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മളതൊന്നും ഒന്നും ചെയ്തിട്ടില്ല. വി ഡിഡ് നത്തിങ്. പ്രൈസ്. ചെയ്യേണ്ടത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. കർത്താവ് ഓരോ ദിവസവും നമ്മളെ എത്ര അത്ഭുതകരമായി നടത്തുന്നു. കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നെ നിങ്ങളെയും സൂക്ഷിച്ചിരിക്കുന്ന ആ വലിയ കൃപയ്ക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുകയാണ്. ഞാൻ എല്ലാ ദൈവമക്കളോടും പറയാം, ഒറ്റ ഒരാൾ പോലും താന്നു പോകത്തില്ല. നമ്മൾ കർത്താവിൻ്റെ വലിയ സംരക്ഷണയിലാണ്, കർത്താവിൻ്റെ വലിയ കൃപയുടെ കീഴിലാണ് കർത്താവ് എന്നെയും നിങ്ങളെയും ആക്കിയിരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിൽ വിശ്വസിച്ച് കർത്താവിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട, കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തി പോലും നശിക്കത്തില്ല. ചില പ്രതിസന്ധികളും ചില പ്രതികൂലങ്ങളും ഒക്കെ ചിലപ്പോൾ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. പക്ഷേ അവിടെ ഒന്നും തകർന്നു വീഴത്തില്ല. അവിടെ ഒരിക്കലും താഴ്ന്നു പോകാൻ എൻ്റെ കർത്താവ് സമ്മതിക്കത്തില്ല. അവിടെയാണ് കർത്താവ് ചേർത്ത് നിർത്തുന്നത്. അവിടെയാണ് കർത്താവിൻ്റെ പ്രൊവിഷൻ നമ്മൾ കാണാൻ പോകുന്നത്. അവിടെയാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത നമ്മൾ രുചിക്കാൻ പോകുന്നത്. ഇന്നത്തെ ചിന്തയ്ക്കായിട്ടൊരു ദൈവവചനം വായിക്കുമ്പം എൻ്റെ രാവിലെ ഇന്ന് എഴുന്നേറ്റ് ഇങ്ങനെ കർത്താവിൻ്റെ കൂടെ ഇരിക്കുമ്പം പ്രൈസ് എൻ്റെ ക്വയറ്റ് ടൈമിൽ കർത്താവ് എന്നോട് ചോദിച്ച ഒരു ചോദ്യം, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ദിസ് എ ക്വസ്റ്റ്യൻ ടു മീ, എന്നോട് ദൈവത്തിൻ്റെ ചോദ്യമാണ്. ആ ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ടും കൂടെ ഞാൻ വെക്കുകയാണ്. കർത്താവ് എന്നോട്, ആർ യു ഫെയ്ത്ത്ഫുൾ? എൻ്റെ ഉള്ളിൽ ഒരു വലിയ ചോദ്യം വരാൻ തുടങ്ങി. ആം ഐ ഫെയ്ത്ത്ഫുൾ ടു ഗോഡ്? കർത്താവിനോട് വിശ്വസ്തനാണോ? എൻ്റെ ഉള്ളിൽ ഉയർന്ന ഒരു ചോദ്യമാണ്. പ്ലീസ്, ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വചനം 1 കൊരിന്ത്യർ അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ നിന്ന് നമ്മൾ വായിക്കുകയാണ്. 1 കൊരിന്ത്യർ അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 9 നമുക്കെല്ലാവർക്കും കാണാതറിയാവുന്ന ഒരു വാക്യമാണ്. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മളെ വിളിച്ച കർത്താവ് വിശ്വസ്തൻ. ഇവിടെ ദൈവവചനം പറയുകയാണ്, ഗോഡ് ഈസ് എ ഫെയ്ത്ത്ഫുൾ ഗോഡ്. കർത്താവ് വിശ്വസ്തനാണ്. തൻ്റെ വചനത്തിൽ വിശ്വസ്തനാണ്, തൻ്റെ വാക്കിൽ വിശ്വസ്തനാണ്. എന്തെങ്കിലും പറഞ്ഞ് വേറൊരിടത്ത് പറയണം, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. അവൻ വാക്ക് പറഞ്ഞിട്ടുണ്ടോ, എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്. അപ്പോൾ ഈ കർത്താവിൻ്റെ ആട്രിബ്യൂട്ടാണ്, അല്ലെ കർത്താവിൻ്റെ ക്വാളിറ്റിയാണ് വിശ്വസ്തത എന്ന് പറയുന്നത്. കർത്താവിൻ്റെ മുഖമുദ്രയാണ്. അപ്പം കർത്താവ് എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്ത് കർത്താവിൻ്റെ മക്കളാക്കിയിരിക്കുമ്പോൾ ഗോഡ് ഈസ് എക്സ്പെക്ടിങ് ദ സെയിം ഫെയ്ത്ത്ഫുൾനെസ് ഫ്രം യു ആൻഡ് മീ. എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും അതേ വിശ്വസ്തത കർത്താവ് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുന്നത് വളരെ നല്ലതാണ്.
ആം ഐ ഫെയ്ത്ത്ഫുൾ? ഞാൻ കർത്താവിനോട് വിശ്വസ്തനാണോ? അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ താൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒന്ന് ഞാൻ ചെയ്യുന്നു, ഞാൻ പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിലേക്ക് ആയുകയും ചെയ്യുകയാണ്. അപ്പം ചിലതൊക്കെ വിട്ടുകളയാനും ചിലതൊക്കെ മറക്കാനും ഒക്കെ ചിലതൊക്കെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത്. പൗലോസ് പറഞ്ഞ പോലെ പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിലേക്ക് ആഞ്ഞും ക്രിസ്തു യേശുവിൻ്റെ പരമവിളിയിലേക്ക് ഞാൻ എന്നിട്ട് പറയുകയാണ്, നിങ്ങളിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളട്ടെ. അപ്പം നമ്മൾ പെർഫെക്റ്റ് ആണ്. നമുക്ക് ചിലപ്പോൾ നമുക്ക് തോന്നും പെർഫെക്റ്റ് ആണ്, യേശു ക്രിസ്തു മുഖാന്തരം നമ്മൾ പെർഫെക്റ്റ് ആണ്, കർത്താവിൻ്റെ രക്തം എൻ്റെ എല്ലാ പാപങ്ങളെയും കഴുകിക്കളഞ്ഞതാണ് പ്ലീസ്. പക്ഷേ ഞാൻ ഐ എം ലിവിങ് ഇൻ ദ സെയിം വേൾഡ്. എവിടുന്നാണോ എൻ്റെ കർത്താവ് എന്നെ വീണ്ടെടുത്തത് അതേ ലോകത്തിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത്. ഞാൻ അവൻ്റെ കൂടെ സ്വർഗാദി സ്വർഗങ്ങളിൽ ഞാൻ ഇരിക്കുകയാണ്. അവൻ്റെ കൂടെ ഞാൻ ഐ എം സീറ്റഡ് ഇൻ ഹെവൻലി റെലംസ് വിത്ത് ക്രൈസ്റ്റ് ജീസസ്. അതാണ് റിയാലിറ്റി. പക്ഷേ എൻ്റെ ജഡമുണ്ടല്ലോ, നമ്മുടെ ബോഡി ഈ ഭൂമിയിലല്ല നടക്കുന്നത്, നമ്മുടെ ശരീരം ഈ ഭൂമിയിലാണ് നടക്കുന്നത്. ശരീരം ഈ ഭൂമിയിൽ നടക്കുമ്പം എവിടെയെങ്കിലും അഫ്ലിക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിന്തകളിലോ നമ്മുടെ വാക്കിലോ നമ്മുടെ പ്രവൃത്തിയിലോ ഒക്കെ എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പ്രൈസ് ലോർഡ്, നോക്ക് എൻ്റെ കർത്താവ് ആ ഏറിയയിൽ നമ്മൾ മാനസാന്തരപ്പെടണം എന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ആ ഏറിയയിൽ ഞാൻ നിങ്ങൾ മാനസാന്തരപ്പെടണം എന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. കർത്താവിൻ്റെ സ്വഭാവമാണ് വിശ്വസ്തത. God is always faithful. ആ വിശ്വസ്തതയാണ് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും മടക്കി കർത്താവ് പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ ഇന്നു മുതൽ അങ്ങ് വിശ്വസ്തനായേക്കാം എന്ന് പറഞ്ഞ് നിന്നാൽ നമുക്ക് അങ്ങനെയൊന്നും വിശ്വസ്തനാകാൻ സാധിക്കത്തില്ല. പക്ഷേ ഓരോ ദിവസവും ആ കർത്താവിൻ്റെ വചനത്താൽ കഴുകൽ പ്രാപിച്ച് കർത്താവുമായിട്ട് ചേർന്ന് നടന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് കർത്താവ് എനിക്ക് കൃപ തരണം, എനിക്ക് പോരാ, എനിക്ക് ചില കാര്യങ്ങൾ പ്രൈസ് ഞാൻ ചില കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ കുറവുകളുണ്ട്, എനിക്ക് ചില വീഴ്ചകളുണ്ട്, എന്നെ അതിനായിട്ടൊന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് ഒരു വ്യക്തി കർത്താവിൻ്റെ കരങ്ങളിലോട്ട് ഒന്ന് സമർപ്പിച്ചു കൊടുത്താൽ നോക്ക്, കർത്താവിന് ചെയ്യാൻ മേലാത്തതായിട്ട് ഒന്നുമില്ല. ഇവിടെ പറയുകയാണ് തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് എന്നെ വിളിച്ചത് ഒരു ഫെലോഷിപ്പിലാട്ട്. ആരുടെ കൂട്ടായ്മയിലാട്ട്? പിതാവാം ദൈവം, പുത്രനായ യേശു ക്രിസ്തു, പരിശുദ്ധാത്മാവ്, കോടാനുകോടി ദൂതന്മാർ, കോടാനുകോടി പ്രീസ് ഏഞ്ചലിക് ഹോസ്റ്റ് ഉള്ള ആ കൂട്ടായ്മയിലേക്ക്, അതിവിശുദ്ധിയിലേക്ക് കർത്താവ് എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ പ്രീസ് ലോ അവിടെ ദൈവവചനം പറയുകയാണ് അവൻ്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുന്നത്, എന്നെ വിളിച്ചതാണ്. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുകയാണ്, അവൻ നിങ്ങളെ പേര് ചൊല്ലി വിളിച്ചതാണ്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് കർത്താവ് എന്നെയും നിങ്ങളെയും വിളിച്ചതാണ്. തൻ്റെ വിശുദ്ധ വിളി കൊണ്ട് എന്നെയും നിങ്ങളെയും വിളിച്ചതാണ്. വിളിയെക്കുറിച്ച് പറയുമ്പോൾ പറയുകയാണ്, ലോകത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ് എന്നെയും നിങ്ങളെയും വിളിച്ചതാണ്. അങ്ങനെ വിളിച്ചിരിക്കുക. എന്നെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പ്ലാൻ ആരംഭിക്കുന്നത് ഞാൻ രക്ഷിക്കപ്പെട്ട ദിവസമല്ല. ഞാൻ ഈ ഭൂമിയിലോട്ട് ബയോളജിക്കലി ഈ ഭൂമിയിലോട്ട് ഒരു അമ്മയുടെ ഉദരത്തിൽ വരുന്നതിന് മുമ്പ് ഈ പൗലോസ് പറയുന്ന വാക്ക് ഈ ലോകത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ്, അതായത് ഞാൻ പലപ്പോഴും പറയുമ്പോൾ ഈ ബൈബിളിൻ്റെ ആദ്യത്തെ വാക്ക് എഴുതുന്നതിന് മുമ്പ്, ആദ്യത്തെ അക്ഷരം എഴുതുന്ന ഈ ലോകത്തിൻ്റെ പരപ്പിൽ എൻ്റെ കർത്താവ് നോക്ക് വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറയുന്നതിന് മുമ്പ്, ആ ഫസ്റ്റ് വേർഡ് കർത്താവ് പറയുന്നതിന് മുമ്പ് എന്നെയും നിങ്ങളെയും കുറിച്ച് എൻ്റെ കർത്താവിന് പദ്ധതി ഉണ്ടായിരുന്നു. സോ ആ ധൈര്യം ദൈവ പൈതൽ തൻ്റെ വിളിയെക്കുറിച്ച് അതുപോലെ ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കണം. ഇവിടെ ദൈവവചനം പറയുകയാണ്, അങ്ങനെ വിളിച്ച കർത്താവ് വിശ്വസ്തനാണ്. എന്തിലാ വിശ്വസ്തൻ? തൻ്റെ വചനത്തിൽ വിശ്വസ്തനാണ്. പ്ലീസ്, താൻ എന്തെങ്കിലും ചെയ്യാമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുക തന്നെ ചെയ്യും. ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. 1 കൊരിന്ത്യർ അതിൻ്റെ 10-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുക. ചിലതൊക്കെ ഈ കാണാതിരിക്കുമ്പം ചില വിഷയങ്ങളൊക്കെ എന്നെ പ്രാർത്ഥിച്ചു, എനിക്ക് കിട്ടിയില്ല, പ്രൈസ് ആ വിഷയത്തിൽ വിടുതലുണ്ടായില്ല, എന്താ ഇതിലൂടെയൊക്കെ കടന്നു പോകുന്നൊക്കെ നമ്മൾ ഇന്ന് എന്നെ കേൾക്കുന്ന മുഴുവൻ പേർക്കും ഏതെങ്കിലും വിഷയത്തിൽ വിടുതൽ വേണ്ടിയ വിഷയങ്ങൾ ഇപ്പോഴും ജീവിതത്തിൽ ഉണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ട്. അത് ഈ ലോകത്തിലെ 800 കോടി ജനത്തിനോട് ചോദിച്ചാലും പറയും, നോക്ക്, ഏറ്റവും ശക്തനായ വ്യക്തികളോട്, ഏറ്റവും സമ്പന്നനായ വ്യക്തിയോട്, ഏറ്റവും വലിയ മസിൽ മാനിനോട്, ഭയങ്കര ആരോഗ്യമുണ്ടെന്ന് ക്ലെയിം ചെയ്യുന്ന അവരോടൊക്കെ ചോദിച്ചാലും പറയും, ഏതെങ്കിലും
ഏതെങ്കിലും ഒരു സെക്ടറിൽ വിടുതൽ വേണ്ടി, ജ്ഞാനികളോട്, ഭയങ്കര ബുദ്ധിയുള്ള പാർട്ടികളുണ്ടല്ലോ, ബുജ്ജീസ്, അവരോട് ചോദിച്ചാൽ പറയും, അവർ എല്ലാവർക്കും ഏതെങ്കിലും ഒരു ഏരിയയിൽ വിടുതൽ വേണ്ടിയവരുണ്ട്. ഇവിടെ ദൈവവചനം കൊരിന്ത്യർ അതിന്റെ 10-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ നമ്മളെ ഓർപ്പിക്കുകയാണ്, മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. എന്നിട്ട് പറയാണ്, കർത്താവ് വിശ്വസൻ, ദൈവം വിശ്വസൻ, ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. നമുക്ക് അവിടുന്ന് മുമ്പോട്ട് എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴി ഒരുക്കിയിട്ടുണ്ട്. ദൈവമക്കളോട് പറയട്ടെ, നിങ്ങൾ ഏതെങ്കിലും വെല്ലുവിളികൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ, പ്ലീസ്, ഞാൻ ഉറപ്പോടെ ഈ പ്രഭാതത്തിൽ പറയാൻ ആഗ്രഹിക്കുക, കർത്താവ് വിശ്വസൻ. കർത്താവ് വിശ്വസനാണെന്ന് വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അക്കംപ്ലിഷ് ചെയ്യാൻ കർത്താവ് വിശ്വസനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചില പരീക്ഷകളൊക്കെ, വെല്ലുവിളികളൊക്കെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമായിരിക്കും. അതിനോട് കൂടെ ദൈവവചനം പറയുക, പോക്കുവഴിയും. ഐ ബിലീവ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. ഇന്ന് ആർക്കൊക്കെയോ വേണ്ടി ചില അത്ഭുതകരമായ ചില വഴികൾ തുറക്കുന്നത് ദൈവാത്മാവിൽ കാണുകയാണ്. നാളുകളായി തടസ്സപ്പെട്ട് കിടക്കുന്ന ചില വിഷയങ്ങളുടെ അകത്ത് ദൈവപ്രവൃത്തി നടക്കുന്നത്, എൻ്റെ കർത്താവിൻ്റെ കരം ഇറങ്ങി വരുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. കർത്താവ് തൊടാൻ ആഗ്രഹിക്കുകയാണ്, ചില വഴികൾ തുറക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ തീർന്നു എന്ന് പറയുന്ന ചില വിഷയത്തിന്റെ അകത്ത് എൻ്റെ കർത്താവിൻ്റെ അത്ഭുതകരം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്നത്, ചില ചലനങ്ങൾ സംഭവിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. ചില ചലിക്കാതെ കിടക്കുന്ന, ചില മുമ്പോട്ട് ഒരു ഉയർച്ചയില്ലാതെ ചലിക്കാതെ കിടക്കുന്ന ചില കാര്യങ്ങൾക്കകത്ത് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നടക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. എൻ്റെ കർത്താവ് വാക്ക് പറഞ്ഞെങ്കിൽ, കർത്താവിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് ഗോഡ് ഈസ് എ ഫെയ്ത്ത്ഫുൾ ഗോഡ്. എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്, തൻ്റെ വാക്കിൽ വിശ്വസ്തനാണ്. താൻ വാക്ക് പറഞ്ഞിട്ടുണ്ടോ താൻ അത് നടത്താൻ കർത്താവ് ശക്തനാണ്. നോക്ക്, ചില വെല്ലുവിളികളൊക്കെ എനിക്ക് ചില പ്രതിസന്ധികളിലൊക്കെ ചിലർ കടന്നു പോകുമ്പോൾ അവരെ ഇട്ടോ ഇതൊന്നും നടക്കത്തില്ല, ദൈവം പ്രവർത്തിക്കുന്നില്ല എന്നൊക്കെ പരാതിയും പെറുപെറുപ്പും ഒക്കെ വെട്ടുകളഞ്ഞിട്ട് ഓടിപ്പോകുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓടിപ്പോകരുതേ, അതിനോട് കൂടെ പോക്കുവഴി ഒരുക്കിയിട്ടുണ്ടെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്ലീസ്, ഹി ഹാസ് പ്രിപ്പയർഡ് എ വേ ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം പലപ്പോഴും ആവർത്തിച്ച് പറയുക, പറഞ്ഞു പറ്റിക്കുന്ന കർത്താവല്ല, ഒരിക്കലും പറഞ്ഞു പറ്റിക്കുക. പറഞ്ഞിട്ടുണ്ടോ അത് നിവർത്തിക്കാൻ കർത്താവ് ശക്തനാണ്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. വാക്ക് പറഞ്ഞവൻ വാക്ക് മാറത്തില്ല. വാക്ക് പറഞ്ഞത് മനുഷ്യനല്ല, വാക്ക് പറഞ്ഞത് എലോഹിമാണ്. വാക്ക് പറഞ്ഞത് സർവശക്തനായ കർത്താവാണ്. വാക്ക് പറഞ്ഞ കർത്താവ് തൻ്റെ വാക്കിൽ വിശ്വസ്തനാണ്. തൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ഉളവാകട്ടെ എന്ന് പറഞ്ഞ പുറപ്പെട്ട ഒറ്റ വാക്കിലാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന സകല ലോകവും ചലിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്ക്, ആകാശവും ഭൂമിയും നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എല്ലാം അതിൻ്റെ ഭ്രമണപഥത്തിൽ അത് ഒന്നിനെ തൊടാതെ ചലിച്ചുകൊണ്ടിരിക്കാൻ കാരണം മുഴുവൻ തൻ്റെ വാക്കിനാൽ, തൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ഉളവാകട്ടെ, ആ വാക്കിൻ്റെ ശക്തി ഇന്നും ചോർന്നു പോയിട്ടില്ല, കുറഞ്ഞു പോയിട്ടില്ല. ആ വാക്കിൽ കർത്താവിനോടും നിങ്ങളോടും പറയുകയാണ്, പ്രൈസ്, ഐ എം ഫെയ്ത്ത്ഫുൾ. നിങ്ങളെ വിളിച്ച ഞാൻ വിശ്വസ്തനാണ്, നിങ്ങളെ വിളിച്ച ഞാൻ വിശ്വസ്തനാണ്. നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും പറ്റിക്കത്തില്ല. നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ഉയർത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിശ്ചയമായിട്ടും ഉയർച്ച തന്നെ പ്രാപിക്കും. വേണ്ടിവരെ വിളിച്ചു പറഞ്ഞാണ്, ഉയർച്ച തന്നെ പറയും. ഐ വിൽ ഇൻക്രീസ്. ഒന്ന് വിളിച്ചു പറഞ്ഞ്, ഐ വിൽ ഇൻക്രീസ്. ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. ഈ ലോകത്തിൽ ജീവിക്കുമ്പം എല്ലാ നന്മകളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. എൻ്റെ ശരീരത്തിൻ്റെ മേൽ ആരോഗ്യം, നിങ്ങൾ പറയുന്നത് പോലെ സംഭവിക്കും. എൻ്റെ ശരീരത്തിൻ്റെ മേൽ ആരോഗ്യമുണ്ടാകും. എനിക്ക് കർത്താവ് ബലം തരും. എനിക്ക് കർത്താവ് ചില ഡിലേസ് ഒക്കെ, ഡിലേ ഇസ് നോട്ട് എ ഡിനയൽ. ആരോടോ പറയുകയാണ്, ചില കാര്യങ്ങളിൽ ഡിലേ ആയിട്ട് ഇരിക്കുന്നവരോട് ഞാൻ പറയാം, ഡിലേ ഇസ് നോട്ട് എ ഡിനയൽ. കേട്ടോ, നിങ്ങളുടെ ജീവിതത്തിൽ ചില ഡിലേസ് വന്നെങ്കിൽ അതിൻ്റെ അർത്ഥം അത് തരത്തില്ല എന്നല്ല. അതിൻ്റെ അർത്ഥം അത് വരുന്നുണ്ട്. അതിനോട് കൂടെ ദൈവവചനം പറയുകയാണ്, ആ പ്രതിസന്ധിയോട് കൂടെ എനിക്ക് പോക്കുവഴിയും എൻ്റെ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദൈവ പൈതലെ, നിങ്ങൾ ലജ്ജിക്കാൻ സമ്മതിക്കത്തില്ല. എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്. നോക്കെ, എബ്രായ ലേഖനം അതിൻ്റെ 10-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിക്കുക. എന്നിട്ട് പറയാണ്, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. വാക്ക് പറഞ്ഞിട്ടുണ്ടോ എൻ്റെ കർത്താവ് അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. നമ്മൾ തിരിഞ്ഞ് നമ്മളിലോട്ടൊന്ന് ചിന്തിച്ചാൽ മതി. ആം ഐ ഫെയ്ത്ത്ഫുൾ? ഞാൻ എവിടെയെങ്കിലും ഞാൻ ഒഴുകി
ഒഴുകിപ്പോയിട്ടുണ്ടോ? എവിടെയെങ്കിലും ഞാൻ ചോർന്നു പോയിട്ടുണ്ടോ? എവിടെയെങ്കിലും എനിക്ക് കർത്താവുമായിട്ടുള്ള കണക്ഷൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? എവിടെയെങ്കിലും കർത്താവിനെ ദുഃഖിപ്പിക്കുന്ന ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് മാനസാന്തരപ്പെട്ട് ഒന്ന് തിരിഞ്ഞാൽ മതി. കർത്താവിനോടൊരു സോറി പറയേണ്ട സ്ഥാനത്ത്, കർത്താവെ, ഐ എം റിയലി സോറി, എനിക്ക് കർത്താവ് കൃപ തരണം കർത്താവെ എന്ന് പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ച് അത് കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചാൽ മതി. എൻ്റെ കർത്താവിന് തരാൻ മേലാത്തതൊന്നുമില്ല. ഗോഡ് ഈസ് ഓൾവേസ് ഫെയർ. കർത്താവ് തന്റെ സ്വഭാവത്തെ ത്യജിച്ച് കളയാൻ, വേറൊരിടത്ത് പറയുകയാണ്, തന്റെ സ്വഭാവത്തെ ത്യജിച്ച് കളയാൻ താൻ അനീതിയുള്ള ദൈവമല്ല. തന്റെ ക്യാരക്ടർ എന്ത് ചെയ്യത്തില്ല, കർത്താവ് ഒരിക്കലും മാറത്തില്ല. കർത്താവിന് എന്നോടുള്ള ആറ്റിറ്റ്യൂഡ് അത് ഒരിക്കലും മാറത്തില്ല. എന്നെ ആ പാപികളായിരുന്നപ്പം എന്നെ സ്നേഹിച്ച കർത്താവ് പിന്നെ ഇന്ന് എന്നെ സ്നേഹിക്കാതിരിക്കുമോ? ഇന്ന് എന്നെ കരുതാതിരിക്കുമോ? ഇന്ന് എന്നെ ചേർത്ത് പിടിക്കാതിരിക്കുമോ? ഇന്ന് എന്നെ തള്ളിക്കളയുമോ? എൻ്റെ കർത്താവ് ഒരിക്കലും തള്ളിക്കളയത്തില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മുഴുവൻ ദൈവമക്കളോടും ഞാനൊരു കാര്യം പറയാം, പ്ലീസ്, എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്. ആ ഫെയ്ത്ത്ഫുൾനെസ് നമുക്ക് തിരിച്ച് എൻ്റെ കർത്താവുമായിട്ട് ലെറ്റ് us ബി ഫെയ്ത്ത്ഫുൾ വിത്ത് ഹിം. ആ കർത്താവുമായിട്ട് ആ വിശ്വസ്തതയിൽ നമുക്കൊന്ന് മുമ്പോട്ട് പോകാം. ആൻഡ് യു വിൽ ലാക്ക് നത്തിങ്. ഒന്നിനും ജീവിതത്തിൽ കുറവ് വരത്തില്ല. ഇവിടെ പറയുകയാണ്, പ്രത്യാശയുടെ സ്വീകാര്യം എന്ത് ചെയ്യുക? മുറുകെ പിടി. പ്രൈസ്. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ കേട്ട ആ വിശ്വാസ വചനം ഉണ്ടല്ലോ, അതൊന്നും എന്ത് ചെയ്യരുത്, വിട്ടുകൊടുക്കരുത്. അതെല്ലാം മുറുകെ പിടിച്ചോണം. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. പറഞ്ഞിട്ടുണ്ടോ തരും, പറഞ്ഞിട്ടുണ്ടോ ലഭിക്കും. അമർത്തി കുലുക്കി കവിയുന്ന അളവ് നിങ്ങളുടെ മടിയിൽ കൊണ്ടുവന്ന് എൻ്റെ കർത്താവ് കൊടഞ്ഞിടും. ഒന്നിനും ജീവിതത്തിൽ കുറവ് വരത്തില്ല. ചില പ്രതിസന്ധികളൊക്കെ ഈ പ്രതിസന്ധികളെ സംബന്ധിച്ച് ഞാൻ എല്ലാ ദൈവമക്കളോടും പറയാം, അതൊരു എലിവേഷനാണ്. ദൈവമക്കളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് അടുത്തൊരു തലത്തിലേക്ക് ചവിട്ടി കയറുന്നതാണ്, ഒരു ചവിട്ടുപടി. അവിടെ അത് ഫെയിലിയർ അല്ല, അതൊരു എലിവേഷനാണ്. അതൊരു പരാജയമല്ല, അതൊരു ഉയർച്ചയാണ്. പ്രീസ്, അതൊരു താഴ്ചയല്ല, അതൊരു ഉയർച്ചയാണ്. ഒരു പ്രതിസന്ധി ദൈവവൈതൽ കാണുമ്പോൾ ഓർത്തോണം, എന്തോ വലിയ അത്ഭുതം ജീവിതത്തിൽ വരാൻ പോവുകയാണ് എന്ന്. കാരണം കർത്താവ് തന്റെ സ്വഭാവം മാറത്തില്ല. ദൈവവചനം പറയുകയാണ്, ഹി ഈസ് ഫെയ്ത്ത്ഫുൾ. താൻ വിശ്വസ്തനാണ്. ആ വിശ്വസ്തൻ എന്ന് പറഞ്ഞ ആ വാക്ക് ഒരിക്കലും എൻ്റെ കർത്താവിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മാറാൻ സാധിക്കത്തില്ല. സോ എൻ്റെ കർത്താവിൻ്റെ സ്വഭാവം മാറാത്തത് കൊണ്ട് ഒരു വിഷയം കാണുമ്പം പതറി ദൈവമക്കൾ പോകരുത്, പിറുപിറുത്ത് പോകരുത്. ആൻഡ് ബി കണക്റ്റഡ് വിത്ത് ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തുവുമായിട്ട് ആ ഡിവൈൻ കണക്ഷനിൽ ഒന്ന് നിന്നേ. എവിടെയെങ്കിലും വീഴ്ചയൊക്കെ വന്നെങ്കിൽ ആ ക്രമീകരണങ്ങളൊക്കെ തന്നെത്താനൊന്ന് വരുത്തി, എവിടെയെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ടെങ്കിൽ അവിടെയൊക്കെ ജീവിതത്തിൽ നിന്ന് മാറ്റം കരുതി ആ തല ഉയർത്തിപ്പിടിച്ച് ആ കർത്താവിൻ്റെ മുഖത്തോട്ട് ഈ പ്രഭാതത്തിൽ ഒന്ന് നോക്കിയാൽ മതി. ഒന്നിനും ജീവിതത്തിൽ കുറവ് വരത്തില്ല. ഒരൊറ്റ ആൾ പോലും താഴാൻ കർത്താവ് സമ്മതിക്കത്തില്ല. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, 2 തിമോത്തിയോസ് അതിന്റെ 2-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ പറയുകയാണ്, നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. കണ്ടോ, നമ്മൾ ഇച്ചിരി അൺഫെയ്ത്ത്ഫുൾ ആണെങ്കിലും എൻ്റെ കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്ക് എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും മാറ്റം വരത്തില്ല. തൻ്റെ സ്വഭാവം അവന് ത്യജിച്ച് കളയാൻ കഴിയത്തില്ല. അവൻ്റെ ഈ വചനം എന്നിട്ട് പറയുകയാണ്, ആ വചനം ഒന്നുകൂടെ പൗലോസ് അപ്പോസ്തലൻ സ്റ്റാമ്പ് ചെയ്യാണ്, ഈ വചനം വിശ്വാസയോഗ്യം. നാം അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായി പാർക്കുന്നു. ഹി ഈസ് ഓൾവേസ് ഫെയ്ത്ത്ഫുൾ. നമ്മൾ ചിലതൊക്കെ ഒഴുകി പോയിട്ടുണ്ടെങ്കിലും, ചില വീഴ്ചകളും കുറവുകളും ഒക്കെ പോയിട്ടുണ്ടെങ്കിലും എൻ്റെ കർത്താവിൻ്റെ ആറ്റിറ്റ്യൂഡിന് ഒരു മാറ്റവും ഇല്ല. കർത്താവിൻ്റെ ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു പിതാവിന് 2 മക്കളുണ്ടായിരുന്നു. ഒരു മകൻ തൻ്റെ വീട് വിട്ട് അങ്ങ് ദൂരത്തേക്ക് പോയി, തനിക്കുണ്ടായിരുന്ന എല്ലാം ചെലവിട്ട് എല്ലാം നഷ്ടപ്പെട്ടവനായി മടങ്ങി വന്നപ്പോൾ വഴിക്കണ്ണുമായി നോക്കിയിരുന്ന പിതാവില്ലേ, ആ പിതാവിൻ്റെ ആറ്റിറ്റ്യൂഡ് ഇതുവരെ മാറിപ്പോയിട്ടില്ല. 2 കൈയും നീട്ടിപ്പിടിച്ച്, മകനെ നീ വന്നല്ലോ എന്ന് പറഞ്ഞ് തന്നെ ചേർത്ത് പിടിച്ച് ആ പിതാവുണ്ടല്ലോ, ആ പിതാവിൻ്റെ സ്നേഹം ഇപ്പോഴും ഉണ്ട്. ഹി ഈസ് ദ സെയിം. എൻ്റെ കർത്താവിന് ഒരു മാറ്റവുമില്ല, അവൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ല. നാം അവിശ്വസ്തരായാലും ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് ഒരു നാളും മാറ്റം വരത്തില്ല. കാരണം തൻ്റെ സ്വഭാവത്തെ തനിക്ക് ത്യജിച്ച് കളയാൻ സാധിക്കത്തില്ല. കർത്താവ് എങ്ങനെയാണോ അതങ്ങനെ. കർത്താവിന് നമ്മൾ ചിലരൊക്കെ സ്വഭാവത്തെ കുറിച്ച് പറയും, അയ്യോ അവൻ്റെ സ്വഭാവം നിൽക്കുന്ന നിപ്പ്. നമ്മളെ നാട്ടിൽ പറയുന്ന ഒരു വാക്കുണ്ട്, ഓന്തിന് നിറം മാറുന്നത്. എൻ്റെ കർത്താവിന് അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡല്ല. അങ്ങനെ കർത്താവിൻ്റെ സ്വഭാവത്തിനോ കർത്താവിൻ്റെ എന്നോടുള്ള ആ സ്നേഹത്തിനോ, എന്നെ സ്നേഹിച്ചതാണ്.
അത് ഒരിക്കലും മാറത്തില്ല. ആ സ്നേഹം ഒട്ടും കുറഞ്ഞു ഈ ലോകത്തിൽ സ്നേഹമൊക്കെ കുറഞ്ഞു പോകുന്നു. തോമസ് ഡോർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ലോകത്തിൽ കാണുന്ന പലതും സ്നേഹമല്ല, ഇഷ്ടമാണ്. ഇഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ താല്പര്യങ്ങൾക്ക് ഒത്ത് പ്രവർത്തിക്കുന്നവരോട് നമുക്ക് തോന്നുന്ന വികാരത്തിന്റെ പേരാണ് ഇഷ്ടം. ഈ ലോകത്തിൽ കാണുന്ന പലതും ഇഷ്ടമാണ്. എന്നാൽ ദൈവത്തിന് നമ്മുടെ പല കാര്യങ്ങളും ഇഷ്ടമല്ലായിരുന്നു, അല്ലേ? ദൈവത്തിന് പലതും നമ്മൾ ചെയ്ത വല്ലതും ദൈവത്തിന് ഇഷ്ടമായിരുന്നു, പല കാര്യങ്ങളും ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ കർത്താവിന് എന്നോടും നിങ്ങളോടും സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ പേരാണ് കുറവുകളോടുകൂടെ ചേർത്ത് പിടിക്കുന്ന. എൻ്റെ കുറവുകൾ നോക്കാതെയാണ് കർത്താവ് എന്നെ സ്നേഹിച്ചത്. എനിക്ക് ഞാൻ എന്ന വ്യക്തിയാണ് കർത്താവ് സ്നേഹിച്ചത്. ഞാൻ എപ്പോഴും പറയും, അല്ലെ, ഈസ് എ ഫ്രണ്ട് ഓഫ് സിന്നേഴ്സ്. കർത്താവ് പാപികളുടെ സ്നേഹിതനാണ്. ഒരു കുറവുള്ള വ്യക്തിയെ കണ്ടാൽ ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ട് പോകുന്ന കർത്താവല്ല, ആ കുറവുള്ള വ്യക്തിയെ കണ്ടാൽ അവിടെ ചേർത്ത് പിടിക്കുന്ന കർത്താവാണ്. പ്രിയപ്പെട്ടവരെ, ആ കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും മാറിപ്പോകത്തില്ല. നാം അവിശ്വസ്തരായിരുന്നാലും ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് മാറ്റം വരത്തില്ല. തൻ്റെ സ്വഭാവം തനിക്ക് ത്യജിച്ചു കളയാൻ സാധിക്കത്തില്ല. എന്നിട്ട് പറയുകയാണ്, ഈ വചനം വിശ്വാസ യോഗ്യമാകുന്നു. കർത്താവ് പറഞ്ഞ വാക്ക് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം, നമുക്ക് ബിലീവ് ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എവിടെയെങ്കിലും ഒഴുകിപ്പോയിട്ടുണ്ടെങ്കിൽ, ഇല്ല, നിങ്ങൾ പോയിട്ടില്ല. നിങ്ങളെ തെരഞ്ഞെടുത്തതാണെങ്കിൽ വൺസ് ആൻഡ് ഓൾ കർത്താവ് നിങ്ങളെ തെരഞ്ഞെടുത്തതാണ്. ദൈവരാജ്യത്തിൽ എന്നെ നിങ്ങളെ ആക്കി വെച്ചിരിക്കുകയാണ്. പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയതാണ്. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ പേര് മായ്ക്കാൻ ആർക്കും സാധിക്കത്തില്ല. സോ ഡു നോട്ട് വെറി. അതിനെക്കുറിച്ച് ഒന്നും വിചാരപ്പെടുക. കർത്താവിൻ്റെ കൈ സമർപ്പിച്ചു കൊടുക്കണം. ഡേ ബൈ ഡേ സമർപ്പിച്ചു കൊടുക്കണം. എല്ലാ ദിവസവും കർത്താവിൻ്റെ കരങ്ങളിലോട്ട് വെച്ച് കൊടുക്കണം നിങ്ങളെ. കർത്താവേ, കൃപ വേണം. നമ്മൾ പാട്ട് പാടുമ്പോൾ പാടും, കൃപ വേണമപ്പ എന്ന് പറഞ്ഞ് പാടുമല്ലേ. നമുക്ക് കൃപ വേണം. കർത്താവേ, ഐ നീഡ് മോർ ഗ്രേസ്. എനിക്ക് ഈ ലോകത്ത് ജീവിക്കുക. ലോകത്തിൽ ഒത്തിരി വെല്ലുവിളികളുണ്ട്. ഞാൻ നേരിടുന്ന വ്യക്തിപരമായ വെല്ലുവിളികളുണ്ട്. കർത്താവേ, കൃപ എനിക്ക് വേണം. ആൻഡ് ഹി വിൽ ഗിവ് യു മോർ. ചോദിച്ചു കൊള്ളുക. കർത്താവ് പറഞ്ഞ ഒരു വാക്കുണ്ട്, ചോദിച്ചു കൊള്ളുക, ഞാൻ അളവില്ലാതെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരും. ആൻഡ് ദ ഹോളി സ്പിരിറ്റ് എവിടെയൊക്കെയാണോ ഞാൻ എന്നാ പറയുന്നത്, എവിടെയൊക്കെയാണോ ഞാൻ ഒഴുകി കിടക്കുന്നത്, അല്ലെങ്കിൽ കർത്താവിൻ്റെ പദ്ധതികളിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നത്, എന്നെ റൈറ്റ് ട്രാക്കിലോട്ട് കർത്താവ് കൊണ്ടുവരും. എവിടെയൊക്കെയാണോ എൻ്റെ ജീവിതത്തിൽ കേടുപാടുകൾ ഉള്ളത്, ആ കേടുപാടുകളെയൊക്കെ ആര് റിപ്പയർ ചെയ്യും? ഹോളി സ്പിരിറ്റ് റിപ്പയർ ചെയ്യും. റിപ്പയറാണ്, റിസ്റ്റോററാണ്. എൻ്റെ കർത്താവ് റിപ്പയർ ചെയ്യേണ്ടടുത്ത് റിപ്പയർ ചെയ്യും, റിസ്റ്റോർ ചെയ്യേണ്ടടുത്ത് റിസ്റ്റോർ ചെയ്യും, പുതിയതാക്കേണ്ടടുത്ത് എൻ്റെ കർത്താവ് ഹി വിൽ മേക്ക് യു ന്യൂ. സോ ആ ധൈര്യം ദൈവമക്കൾക്ക് ഉണ്ടായിരിക്കണം. എന്നിട്ട് 1 യോഹന്നാൻ 1-ാം അധ്യായം അതിന് 9-ാം വാക്യം, ഈ വാക്യം കൂടെ പറഞ്ഞ് ഞാനങ്ങ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. ഞാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് അനുവദിച്ചാൽ കൂടുതൽ വിശ്വസ്തതയെക്കുറിച്ച് സംസാരിക്കാൻ കൂടുതൽ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഈ വാക്യം കൂടെ വായിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, 1 യോഹന്നാൻ 1:19, നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മളെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകും. നോക്ക്, അപ്പം മാനസാന്തരപ്പെടുന്ന ഒരു വ്യക്തി, കർത്താവിലോട്ട് തിരിയുന്ന ഒരു വ്യക്തി, നിന്റെ കൃപ വേണമെന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ കർത്താവ് തൊടാനും മാറ്റാനും റിപ്പയർ ചെയ്യാനും റിസ്റ്റോർ ചെയ്യാനും മതിയായവരാണ്. ഇത് പ്രാർത്ഥിക്കാൻ പോവുക. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഏതെങ്കിലും കാര്യങ്ങളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒഴുകിപ്പോയെങ്കിൽ കർത്താവിനോട് പറയണം, കർത്താവേ, ഇന്ന് കേട്ട ആ വചനത്തിന് മുമ്പിൽ ഞാൻ എന്നെ സമർപ്പിക്കാം. ഞാൻ എന്നെ തന്നെ ഒന്ന് എത്ര പേർ പറയും, ഞാൻ എന്നെ തന്നെ ഒന്ന് പരിശോധിക്കുകയാണ്. ആം ഐ ഫെയ്ത്ത്ഫുൾ? ഞാൻ കർത്താവിനോട് ഫെയ്ത്ത്ഫുൾ ആയിട്ടാണോ നടന്നത്? എൻ്റെ വിശ്വാസ ജീവിതം ഞാൻ ഫെയ്ത്ത്ഫുൾ ആണോ? ഞാൻ കർത്താവ് എന്നെ ഏൽപ്പിച്ച ദൗത്യങ്ങളൊക്കെ ഞാൻ നിവർത്തിച്ചോ? അതോ എവിടെയെങ്കിലും ഞാൻ തളർന്നിരുന്ന് ക്ഷീണിച്ച് മാറിയിരുന്ന് മടി പിടിച്ചിരുന്ന് അങ്ങനെയൊക്കെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഞാൻ ലോകത്തിൻ്റെ വഴിയിലേക്ക് തിരിഞ്ഞ് പോയിട്ടുണ്ടോ? ചില പാപ സ്വഭാവങ്ങളിലോട്ട് തിരിഞ്ഞ് വീണു പോയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാണ്, കം ബാക്ക് and enjoy the faithfulness of God. ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ നമുക്ക് സങ്കീർത്തനത്തിലൊരു വാക്കുണ്ട്, അവൻ്റെ വിശ്വസ്തത എനിക്ക് പരിചയം. 91 ആണെന്ന് തോന്നുന്നു, സങ്കീർത്തനം 91 ആണെന്ന് തോന്നുന്നു. അവൻ്റെ വിശ്വസ്തത എനിക്ക് പരിചയം പലകയുമാകുന്നു.
സോ ആ പ്രൊട്ടക്ഷൻ്റെ അതൊരു ഹാൻഡാണ്. ആ പ്രൊട്ടക്ഷൻ, വിശ്വസ്തത എന്ന് പറയുന്നത് കരമാണ്, ആണിപ്പാടുള്ള കരമാണ്. ആ കരത്തിൻ്റെ അകത്തോട്ട് നമുക്കൊന്ന് കയറി നിൽക്കാം. ആ കരം ഇന്ന് നീട്ടിപ്പിടിച്ചിരിക്കുകയാണ്. മകനെ, മകളെ സ്വീകരിക്കാൻ, എന്നെയും നിങ്ങളെയും സ്വീകരിക്കാൻ റെഡിയായിട്ട് ഇരു കരങ്ങളെയും നീട്ടി നിൽക്കുകയാണ്. ആ കരത്തിൻ്റെ അകത്തോട്ട്, ആ വിശ്വസ്തതയ്ക്ക് അകത്തോട്ട്, അവൻ്റെ വിശ്വസ്തത എനിക്ക് പരിചയം പലകയുമാണ്. വാ, ബ്യൂട്ടിഫുൾ. നീട്ടിക്കാൻ നോക്കട്ടെ. ഒരു സെക്കൻഡ്. സങ്കീർത്തനം 91 തന്നെ 91 അതിന്റെ 3-ാം വാക്യം, അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും, തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. എന്നാ വാക്കാണ്! അവൻ തന്റെ തൂവലുകൾ കൊണ്ട്, ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, തന്റെ തൂവലുകൾ. എൻ്റെ ഏറ്റവും ധൈര്യമുള്ള സ്ഥലമാണ് കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴ്. തൻ്റെ തൂവലുകൾ കൊണ്ട്, കർത്താവിൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, നോക്ക്, കർത്താവിനെ തൊട്ടിട്ടല്ലാതെ നിങ്ങളെ തൊടാൻ പറ്റത്തില്ല. നിങ്ങൾ അതിൻ്റെ അകത്തായിരിക്കുന്നത്. യു ആർ ഹൈലി പ്രൊട്ടക്റ്റഡ്. നിങ്ങൾ ഭയങ്കര പ്രൊട്ടക്റ്റീവ് സോണിൻ്റെ അകത്താണ് നിങ്ങൾ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവൻ്റെ ചിറകിൻ്റെ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. സോ ദ ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഗോഡ്. എത്ര മനോഹരമല്ലേ! അവൻ്റെ വിശ്വസ്തയ്ക്കകത്തോട്ട്, ആ കൈക്കകത്തോട്ട് കയറി അങ്ങ് നിന്നു. ഒന്നിനും കുറവ് വരുത്തില്ല. സോ ലെറ്റ് us pray. കർത്താവേ, ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒന്നിച്ച് ദൈവസന്നിധിയിൽ ഞങ്ങൾ സമയം ചെലവിടുമ്പം എവിടെയെങ്കിലും ഞങ്ങൾ അവിശ്വസ്തരായി പോയിട്ടുണ്ടെങ്കിൽ, വി ആർ റിയലി സോറി. വി ആർ കമ്മിങ് ബാക്ക്. ഞങ്ങൾ മടങ്ങി വരിക കർത്താവെ. അവിടുത്തെ കരങ്ങളിലോട്ട് ഞങ്ങൾ ഏൽപ്പിച്ചു തരികയാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ, അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും പണിയുന്നതിനായി സ്തോത്രം. അവിടുത്തെ കൃപ ധാരാളമായി നിന്റെ മക്കളുടെ മേൽ ഒഴുകുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു മൈ ഫാദർ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ധാരാളമായി പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താലും ശക്തിയാലും എൻ്റെ കർത്താവിനെ നിറയ്ക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ ധാരാളമായിട്ട് അവരുടെ മേൽ വീഴട്ടെ കർത്താവെ. വൻ കാര്യങ്ങൾ ഓരോ ദിവസങ്ങളും അവരുടെ ജീവിതത്തിൽ അവിടുന്ന് ചെയ്യുന്നതിനായി സ്തോത്രം. ഇന്ന് കർത്താവെ, ആ വചനത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച് കർത്താവെ മാനസാന്തരപ്പെട്ട് നിന്റെ മക്കൾ നിൽക്കുമ്പോൾ ഞാൻ കർത്താവെ, അവരുടെ ജീവിതത്തിൽ അവർ നേരിടുന്ന ഏത് വെല്ലുവിളിയാണെങ്കിലും ഏത് പ്രതിസന്ധി ആണെങ്കിലും കർത്താവെ, അവിടുത്തെ വിശ്വസ്തത മറുപടി അയക്കുന്നതിനായി സ്തോത്രം. അത്ഭുതമാക്കി തീർക്കുന്നതിനായി നന്ദി. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശരീരങ്ങൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകാൻ കൽപ്പിക്കുന്നു. എല്ലാ രോഗങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. എല്ലാ പിശാചിന്റെ പ്രവൃത്തികളും അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, തടസ്സപ്പെട്ട് കിടക്കുന്ന ചിലത് ഒരു ഡാം തുറന്നു വരുന്നത് പോലെ ചില നന്മകൾ അവരുടെ ജീവിതത്തിലേക്ക് തുറന്നു വരട്ടെ യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ദാറ്റ് യു ആർ അൺലോക്കിംഗ് സംതിങ് ഇൻ ടു ദർ ലൈഫ്. ചിലതൊക്കെ പൂട്ട് തുറക്കുന്നത് പോലെ ചിലതൊക്കെ തുറന്ന് അവരുടെ ജീവിതത്തിലോട്ട് ഒഴുകി വരുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. നാളുകളായി തടസ്സപ്പെട്ട് കിടന്ന ചില നന്മകൾ ദൈവാത്മാവിനോട് പറയുകയാണ്. നാളുകളായി തടസ്സപ്പെട്ട് കിടന്ന ചില നന്മകൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വന്ന് ചേരുന്നത് ഞാൻ കാണുകയാണ്. ഞാൻ അത് ആത്മാവിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരമിറങ്ങുന്നതിനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ചില ജീവിതങ്ങൾ ഇരുന്നെഴുന്നേൽക്കുന്നത് പോലെ മാറുന്ന ചില അനുഭവങ്ങൾ ചില വ്യക്തികളുടെ ജീവിതത്തിൽ വരികയാണ്. കർത്താവ് ചിലത് ചെയ്യുകയാണ്. കൊടഞ്ഞിടുന്ന സ്വർഗം, ഐ സീ എ ഡോർ ഗെറ്റിംഗ് ഓപ്പൺ. നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വരുന്നത് ഞാൻ കാണുന്നു. യേശുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. റിലീസ് ഇറ്റ് ലോർഡ്. സ്വർഗം അത് കൊടുക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിക്കുകയാണ്. ഇന്ന് കേൾക്കുന്ന മുഴുവൻ പേരുടെ ജീവിതത്തിലും ഏറ്റവും കുറഞ്ഞത് ഒരു നന്മയെങ്കിലും നിന്ന് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ പകരുന്നതിനായി സ്തോത്രം. അനുഗ്രഹിക്കുകയാണ്. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സോ കർത്താവ് ഈ ദിവസം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. സോ ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ. ഗോഡ് ബ്ലെസ് യു. And he is faithful and he is expecting the same from you and me. അതേ വിശ്വസ്തത കർത്താവ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നമുക്കാകാൻ പറ്റുമോ? നമുക്ക് ചില ബുദ്ധിമുട്ടാണ്. പക്ഷേ സഹായകനായി പരിശുദ്ധാത്മാവ് അതിനായിട്ട് സഹായിക്കും. കർത്താവ് ഏത് ക്വാളിറ്റിയാണ് എന്നിൽ നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്നത്, അത്രയും ദൈവത്തിന് എന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഹി ക്യാൻ ക്വാളിഫൈ യു. ദ ഹോളി സ്പിരിറ്റ് ക്യാൻ ഹെൽപ്പ് യു ഔട്ട്.
എനിക്കൊരു ഹെൽപ്പറുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ല ധൈര്യമാണ്. ഞാൻ എവിടെയെങ്കിലും വീക്കായാലും നോക്ക്, എൻ്റെ ബലഹീനതയിൽ അവൻ്റെ ശക്തി തികഞ്ഞു വരിക തന്നെ ചെയ്യും. So God bless you. Have a wonderful day and share the video also. Let it be a blessing to many people. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ വീടുകളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് നിങ്ങളുടെ ഭവനത്തിലേക്ക് കർത്താവിൻ്റെ സ്നേഹവും സന്തോഷവും ദൈവികമായ സമാധാനവും ഞങ്ങൾ പറഞ്ഞയക്കുന്നു. God bless you. Have a wonderful day. God bless you.